ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന വേർഡ്സിൽ ഒന്നാണ് ഗെറ്റ്. ഒരവസ്ഥയിൽ നിന്ന്, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ചേഞ്ച്, ഗ്രാജുവൽ ആവാം അല്ലാതെയും ആവാം, അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഗെറ്റ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതിന് മറ്റർത്ഥങ്ങളും ഉണ്ട്. കിട്ടുക, ലഭിക്കുക, ഇതെല്ലാമാണ് ഗെറ്റിന്റെ ആക്ച്വൽ മീനിങ്. പക്ഷെ ആ മീനിങ്ങിന് പുറമെ മറ്റു പല രീതികളിലും നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി പല കാര്യങ്ങളും പറയാൻ നമുക്ക് ഗെറ്റ് കൂടിയേ തീരും. ഗെറ്റ് ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയാം, എങ്ങനെയെല്ലാം പറയാം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവായി ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക്, ഡെമോ ക്ലാസ് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഇരുട്ടാവാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ഇരുട്ടാവുന്നു, ഇത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഇരുട്ടായിട്ടല്ല, ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വൈകുന്നേരം ഒരു 6:30 ആവുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണിത്. വെളിച്ചം കുറഞ്ഞു വരികയാണ്. ഇത് നമ്മൾ പറയുന്നത് ഗെറ്റ് ഉപയോഗിച്ചാണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. ഇറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പൊതുവെ ഇതുപോലുള്ള സെന്റൻസസ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. 6:30-7 മണിക്കെല്ലാം പറയാവുന്നതാണിത്. ഇതിനർത്ഥം ഇരുട്ടായി കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇപ്പോൾ ഇരുട്ടാണ് എന്നർത്ഥം ഇതിനില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് ഗ്രാജുവലായ ഒരു ചേഞ്ചിനെ കുറിച്ചാണ്. ഇനിയിപ്പോൾ രാത്രി ഒരു 8 മണി അല്ലെങ്കിൽ 8:30 ആവുമ്പോൾ നമ്മൾ പറയുക ഇരുട്ടാവുന്നു എന്നല്ല, മറിച്ച് ഇരുട്ടാണ് എന്നാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഗെറ്റ് ഉപയോഗിക്കില്ല. ഇറ്റ് ഈസ് ഡാർക്ക്. ഇരുട്ട് ആണ്. ഇറ്റ് ഈസ് ഡാർക്ക് എന്ന് പറയുമ്പോൾ ഇരുട്ടാണ് എന്നർത്ഥം. ഇരുട്ടായി കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറയാനാണ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക് എന്ന് പറയുന്നത്. അതായത് ഗെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചേഞ്ചിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ചേഞ്ച്. പൊതുവെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ വൈകാൻ പോകുന്നു. നമ്മൾ ഒരുപാട് വൈകിയിട്ടില്ല, പക്ഷെ നമ്മളിപ്പോൾ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാനും നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. വി ആർ ഗെറ്റിംഗ് ലേറ്റ്. വി ആർ ലേറ്റ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അതിനർത്ഥം നമ്മൾ ഓൾറെഡി വൈകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. വി ആർ ലേറ്റ്. ഇതങ്ങനെയല്ല, വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് വേണമെങ്കിൽ സമയത്ത് ഇപ്പോഴും എത്താൻ സാധിക്കും. ആ അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. വി ആർ ഗെറ്റിംഗ് ലേറ്റ്. ഹറിയപ്പ്. ഹറിയപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്നാവട്ടെ, ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണിത്. വി ആർ ഗെറ്റിംഗ് ലേറ്റ്, ഹറിയപ്പ്. സൂപ്പ് തണുക്കാൻ തുടങ്ങുന്നു. ഇവിടെയും സൂപ്പ് തണുത്ത് കഴിഞ്ഞിട്ടില്ല, പക്ഷെ അതിന്റെ ചൂട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതും നമുക്ക് ഗെറ്റ് ഉപയോഗിച്ച് പറയാം. ദ സൂപ്പ് ഈസ് ഗെറ്റിംഗ് കോൾഡ്. തണുത്ത സൂപ്പിനെ കുറിച്ച് എങ്ങനെയാ പറയാ? അതിന് പറയുന്നത് ദ സൂപ്പ് ഈസ് കോൾഡ് എന്നാണ്. സൂപ്പ് ഈസ് കോൾഡ് എന്ന് പറയുമ്പോൾ സൂപ്പ് തണുത്ത് കഴിഞ്ഞിരിക്കുന്നു, അതിപ്പോൾ തണുത്താണ് ഇരിക്കുന്നത്. ഈസ് ഗെറ്റിംഗ് കോൾഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ചൂട് കുറഞ്ഞു വരികയാണ്, അത് തണുത്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ദ സൂപ്പ് ഈസ് ഗെറ്റിംഗ് കോൾഡ്. എനിക്ക് പ്രായമാവുന്നു. പ്രായമാവുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം പറയാൻ എല്ലായ്പ്പോഴും ഗെറ്റ് തന്നെ ഉപയോഗിക്കുക. ഐ ആം ഗെറ്റിംഗ് ഓൾഡർ. എനിക്ക് പ്രായമാവുന്നു. ഐ ആം ഗെറ്റിംഗ് ഓൾഡർ. ഇവിടെയെല്ലാം ഗെറ്റിന് ബിക്കം എന്ന അർത്ഥമാണുള്ളത്. ആയിത്തീരുന്നു, ആ അർത്ഥത്തിലാണ് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യുന്നത്. ഐ ആം ഗെറ്റിംഗ് ഓൾഡർ എന്ന് പറയുമ്പോൾ ഐ ആം ബിക്കമിങ് ഓൾഡർ. ദ സൂപ്പ് ഈസ് ഗെറ്റിംഗ് കോൾഡ് എന്ന് പറയുമ്പോൾ ദ സൂപ്പ് ഈസ് ബിക്കമിങ് കോൾഡ്. ഇവിടെ ഗെറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ് ആണ് എന്ന് കൂടി ശ്രദ്ധിക്കണം. ഓൾഡ്, കോൾഡ്, ഡാർക്ക്, വാം, ഹോട്ട്, ഇതെല്ലാം അഡ്ജക്റ്റീവ്സ് ആണ്. ഓരോരോ സ്ഥിതികളെ കുറിച്ച്, സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ് ഇതെല്ലാം. ഗെറ്റിന് ശേഷം ഇങ്ങനെ ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ചേഞ്ചിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അവൻ ചെറുപ്പമായി കൊണ്ടിരിക്കുകയല്ല. ഇതെങ്ങനെയാ പറയുന്നത്? വയസ്സാവുന്നു എന്ന് പറയാൻ നമ്മൾ പറഞ്ഞത് ഐ എം ഗെറ്റിംഗ് ഓൾഡർ എന്നാണ്, അല്ലെങ്കിൽ ഹി ഈസ് ഗെറ്റിംഗ് ഓൾഡർ. ഇനി ചെറുപ്പമായി കൊണ്ടിരിക്കുക അല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഓൾഡർ അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് യങ്ങർ ആണ്. ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് എനി യങ്ങർ. യങ് ഒരു അഡ്ജക്റ്റീവ് ആണ്, അതിന്റെ കമ്പാരറ്റീവ് ഫോം ആണ് നമ്മളോട് ഉപയോഗിച്ചത്. ഈ സെന്റൻസിന്റെ അർത്ഥം ഹി ഈസ് നോട്ട് ബിക്കമിങ് യങ്ങർ എന്ന് തന്നെയാണ്. സ്ഥിതി ഓരോ ദിവസവും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി സിറ്റുവേഷൻ ബാഡ് ആണ്, മോശമാണ്. അതിപ്പോൾ കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സ്ഥിതി എന്നതിന് നമുക്ക് ദ സിറ്റുവേഷൻ എന്ന് പറയാം. സിറ്റുവേഷനിൽ മാത്രം പറഞ്ഞാൽ പോരാ, അതിന്റെ കൂടെ ദ ഉപയോഗിക്കണം. ദ സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഡേ ബൈ ഡേ. ദ സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഡേ ബൈ ഡേ. ഓരോ ദിവസവും എന്നതിനാണ് ഡേ ബൈ ഡേ എന്ന് പറയുന്നത്. വേഴ്സ് എന്നത് ബാഡ് എന്ന അഡ്ജക്റ്റീവിന്റെ കമ്പാരറ്റീവ് ഫോമാണ്. വേഴ്സർ, ബാഡർ, വേഴ്സ്റ്റ് അതൊന്നും അല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. ബാഡിന്റെ 3 ഫോംസ് ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, അതാണ് ഇതിന്റെ സെക്കൻഡ് ഫോം. കമ്പാരറ്റീവ് ഫോമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്.
ദ സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഡേ ബൈ ഡേ. ഓരോ ദിവസവും കാര്യങ്ങൾ കൂടുതൽ വഷളായി കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ചൂട് കൂടുകയാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ചൂട് കൂടുകയാണ്, അന്തരീക്ഷത്തിന്റെ ചൂട് കൂടുകയാണ്, ആഗോളതാപനം. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ദ എർത്ത് ഈസ് ഗെറ്റിംഗ് വാമർ. ഭൂമിയുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദ എർത്ത് ഈസ് ഗെറ്റിംഗ് വാമർ. ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഗെറ്റിന് ശേഷം കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്ന ചേഞ്ചിനെ കുറിച്ചായത് കാരണം പൊതുവെ ഗെറ്റിന് ശേഷം ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ദ എർത്ത് ഈസ് ഗെറ്റിംഗ് വാം എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. അതിനർത്ഥം ഭൂമി ചൂട് പിടിക്കുകയാണ് എന്നാണ്. നമുക്കിവിടെ പറയേണ്ടത് ഭൂമിയുടെ ചൂട് കൂടുകയാണ് എന്നാണ്. അതുകൊണ്ടാണ് വാമർ എന്ന കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കൂ. സമ്മേഴ്സ് ആർ ഗെറ്റിംഗ് ഹോട്ടർ. അതിനർത്ഥം സമ്മർ എന്ന് പറയുമ്പോൾ വേനൽക്കാലം, അത് ഒരു വേനൽക്കാലം. സമ്മേഴ്സ് എന്നത് അതിന്റെ പ്ലൂറൽ ഫോം ആണ്. ഒന്നിലധികം വേനൽക്കാലങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സമ്മേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിന്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നിലധികം തണുപ്പ് കാലങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി. അതിനുശേഷം ഉപയോഗിക്കുന്നത് പ്ലൂറൽ വെർബ് തന്നെയാണ്. സമ്മറിന് ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. സമ്മേഴ്സ് ആർ ഗെറ്റിംഗ് ഹോട്ടർ. അതിനർത്ഥം വേനൽക്കാലങ്ങൾ കൂടുതൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. വിന്റേഴ്സ് ആർ ഗെറ്റിംഗ് കോൾഡർ. തണുപ്പ് കാലങ്ങളുടെ തണുപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിന്റേഴ്സ് ആർ ഗെറ്റിംഗ് കോൾഡർ. അവൾ സ്കൂളിൽ പോവാൻ റെഡിയാവുകയാണ്. ഇതും നമ്മൾ പറയുന്നത് ഗെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഷീ ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. ഷീ ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. റെഡി ആവുകയാണ് എന്നാണ് പറയുന്നത്. റെഡിയാണ് എന്നോ റെഡി ആയി എന്നോ അല്ല. റെഡി ആണ് എങ്കിൽ നമ്മൾ പറയാ ഷീസ് റെഡി എന്നാണ്. റെഡി ആയിരുന്നു എങ്കിൽ നമ്മൾ പറയാ ഷീ വാസ് റെഡി എന്നാണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് റെഡി ആവുകയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഷീസ് ഗെറ്റിംഗ് റെഡി എന്നാണ്. അവൾ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ഷീസ് ഗെറ്റിംഗ് റെഡി. രാവിലെ ഞാൻ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലായിരിക്കും. എൻ്റെ ഒരു റുട്ടീനെ കുറിച്ചാണ് പറയുന്നത്. പൊതുവെ രാവിലെകളിൽ ഞാൻ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന തിരക്കിലായിരിക്കും. എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല പറയുന്നത്. രാവിലെ എന്നതിന് നമുക്ക് ഇൻ ദ മോർണിംഗ് എന്ന് പറയാം. ഇൻ ദ മോർണിംഗ് ഐ ആം ബിസി. ഞാൻ തിരക്കിലാണ്. തിരക്കിലായിരിക്കും എന്ന് പറയുന്നത് ഒരു പതിവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, ഫ്യൂച്ചർ ടെൻസ് അല്ല. ഇൻ ദ മോർണിംഗ് ഐ ആം ബിസി ഗെറ്റിംഗ് മൈ കിഡ്സ് റെഡി ഫോർ സ്കൂൾ. ഈ സ്ട്രക്ചർ ശ്രദ്ധിക്കൂ. ഇൻ ദ മോർണിംഗ് ഐ ആം ബിസി ഗെറ്റിംഗ് മൈ കിഡ്സ് റെഡി ഫോർ സ്കൂൾ. ഇവിടെ ഗെറ്റിന് ശേഷം ഒരു നൗൺ കൂടി വന്നിട്ടുണ്ട്. ഇൻ ദ മോർണിംഗ് ഐ ആം ബിസി ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാനാണ് സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറാവുന്നത്. ഇവിടെ ഞാൻ തയ്യാറാവുകയല്ല, ഞാൻ എൻ്റെ കുട്ടികളെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഗെറ്റിന് ശേഷം നമ്മളൊരു ആർക്ക് വേണ്ടിയാണോ നമ്മളത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ ആ ചേഞ്ച് അവിടെ സംഭവിക്കുന്നത്, അവരെ സൂചിപ്പിക്കുന്ന ഒരു നൗൺ, അത് ഗെറ്റിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് അവിടെ വരും. അതിനുശേഷമാണ് അഡ്ജക്റ്റീവ് വരുന്നത്. ഇൻ ദ മോർണിംഗ് ഐ ആം ബിസി ഗെറ്റിംഗ് മൈ കിഡ്സ് റെഡി ഫോർ സ്കൂൾ. ഇവിടെ കുട്ടികളെ ഞാൻ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്വയം ഒരുങ്ങുന്നതിന്റെ തിരക്കിലാണെങ്കിൽ ഐ ആം ബിസി ഗെറ്റിംഗ് റെഡി എന്ന് മാത്രമാണ് പറയേണ്ടത്. കുട്ടികളെ ഒരുക്കുന്ന തിരക്കിലാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഐ ആം ബിസി ഗെറ്റിംഗ് മൈ കിഡ്സ് റെഡി എന്ന് പറയുന്നത്. ആ സ്ട്രക്ചർ ശ്രദ്ധിക്കണം. ഇവിടെ ഗെറ്റിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അഡ്ജക്റ്റീവ് വരുന്നത്. നീ റെഡിയാണോ? ആർ യു റെഡി? ഇവിടെ ഗെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഉള്ള ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് ഈ ചോദ്യം. നീ റെഡിയാണോ? ആർ യു റെഡി? ഞാൻ റെഡിയാണ് എന്ന് പറയണമെങ്കിൽ ഐ ആം റെഡി. ഒരു ചേഞ്ചിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നില്ല. ആ പ്രസന്റ് സ്റ്റേറ്റ് അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ചേഞ്ചിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കുന്നത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഗെറ്റ് ഇല്ലാതെ സിമ്പിൾ ടെൻസസ് യൂസ് ചെയ്യാം. അവൾ 2 മിനിറ്റിൽ റെഡിയായി. അവൾ തയ്യാറായി. തയ്യാറാണെന്നോ തയ്യാറായിരുന്നു എന്നോ അല്ല പറയുന്നത്, മറിച്ച് തയ്യാറായി എന്നാണ്. റെഡി ആയി എന്നാണ്. അതും നമുക്ക് ഗെറ്റ് ഉപയോഗിക്കണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ടെൻസസ് അല്ല, തയ്യാറായി പാസ്റ്റ് ടെൻസിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഗെറ്റിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് ഗോട്ട്. ഷീ ഗോട്ട് റെഡി ഇൻ 2 മിനിറ്റ്സ്. അവൾ 2 മിനിറ്റിൽ തയ്യാറായി. ഷീ ഗോട്ട് റെഡി. അവൾ തയ്യാറായി. ഷീ വാസ് റെഡി. അവൾ തയ്യാറായിരുന്നു. ഷീ ഈസ് റെഡി. അവൾ തയ്യാറാണ്. മീനിങ്ങിലുള്ള ഡിഫറൻസ് ശ്രദ്ധിക്കാം. ഷീ ഗോട്ട് റെഡി ഇൻ 2 മിനിറ്റ്സ്. അവൾ 2 മിനിറ്റിൽ റെഡിയായി. വിവാഹിതയായപ്പോൾ അവൾ ഹാപ്പി ആയിരുന്നു. ഷി വാസ് ഹാപ്പി വെൻ ഷീ ഗോട്ട് മാരീഡ്. വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന്, ഡിവോഴ്സ് ആവുന്നതിനെ കുറിച്ച് പറയുന്നത്, എൻഗേജ്ഡ് ആവുന്നതിനെ കുറിച്ച് പറയുന്നതിനെല്ലാം നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഗെറ്റ് ഉപയോഗിക്കും.
ദേ ഗോട്ട് മാരീഡ് എന്നാണ് പറയുന്നത്, ദേ മാരീഡ് എന്നല്ല. അവർ വിവാഹിതരായി എന്നതിന് ദേ ഗോട്ട് മാരീഡ് എന്ന് വേണം പറയാൻ. ദേ മാരീഡ് എന്ന് പറഞ്ഞാൽ പോരാ. വിവാഹിതയായപ്പോൾ അവൾ ഹാപ്പി ആയിരുന്നു. ഷി വാസ് ഹാപ്പി വെൻ ദേ ഗോട്ട് മാരീഡ്. അവർ വിവാഹിതരായ സമയത്ത്, അതായത് അവളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് അവൾ ഹാപ്പി ആയിരുന്നു. വെൻ ദേ ഗോട്ട് മാരീഡ്. നിർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി അവർ 2 മാസത്തിന് ശേഷം വിവാഹമോചിതരായി. അൺഫോർച്ചുനേറ്റ്ലി ദേ ഗോട്ട് ഡിവോഴ്സ്ഡ് ഇൻ 2 months. അൺഫോർച്ചുനേറ്റ്ലി ദേ ഗോട്ട് ഡിവോഴ്സ്ഡ് ഇൻ 2 months. 2 മാസത്തിനുള്ളിൽ അവര് വിവാഹമോചിതരായി. സോറി, ഞങ്ങൾ വൈകി. വി ആർ ലേറ്റ്. ഞങ്ങൾ വൈകി. വി ആർ ലേറ്റ്. ഞങ്ങൾ വൈകി അല്ലെങ്കിൽ ഞങ്ങൾ വൈകിയിരിക്കുന്നു. ഒരു പ്രസന്റ് റിയാലിറ്റിയാണ്. ചേഞ്ചിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വഴി തെറ്റി. ഇതെങ്ങനെ പറയും? വഴി തെറ്റുന്നതിന് നമുക്ക് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയാം. ഗെറ്റ് ലോസ്റ്റിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, വി ഗോട്ട് ലോസ്റ്റ് ഓൺ ദ വേ ഹിയർ. വി ഗോട്ട് ലോസ്റ്റ് ഓൺ ദ വേ ഹിയർ. ഞങ്ങൾക്ക് വരുന്ന വഴിക്ക്, ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. ഓൺ ദ വേ ഹിയർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, ഓൺ ദ വേ ഹോം എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക്. വി ഗോട്ട് ലോസ്റ്റ് ഓൺ ദ വേ ഹിയർ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വഴി തെറ്റി. ഗെറ്റ് ലോസ്റ്റ് എന്നതിന് വളരെ റൂഡായി ആളുകളോട് നിന്റെ കാര്യം നോക്കിയാൽ മതി, പോ എന്നെല്ലാം പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇവിടെ ആ അർത്ഥത്തിലല്ല അത് യൂസ് ചെയ്യുന്നത്, വഴി തെറ്റി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വി ഗോട്ട് ലോസ്റ്റ് ഓൺ ദ വേ ഹിയർ. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു. ഇതൊരു ചേഞ്ച് ആണ് അല്ലെ. സമ്പന്നർ എന്ന് പറയുമ്പോൾ റിച്ച് പീപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ദ റിച്ച് എന്ന് പറയാം. ദ റിച്ച് എന്ന് പറയുമ്പോൾ ഓൾ റിച്ച് പീപ്പിൾ എന്നാണ് അതിനർത്ഥം. പിന്നെ അതിൻ്റെ കൂടെ പീപ്പിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ദ റിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ സമ്പന്നരും, ദ പുവർ എന്ന് പറയുമ്പോൾ എല്ലാ ദരിദ്രരും, ദ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ അന്ധരും, ദ അൺഎംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എല്ലാ തൊഴിൽ രഹിതരും. ഇവിടെ ദ ഒമിറ്റ് ചെയ്യരുത്, ദ റിച്ച് എന്ന് തന്നെ വേണം പറയാൻ, അല്ലെങ്കിൽ റിച്ച് പീപ്പിൾ എന്ന് പറയാം. ദ റിച്ച് ആർ ഗെറ്റിംഗ് റിച്ചർ. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയാണ്. ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയാണെന്ന് പറയണമെങ്കിൽ ദ പുവർ ആർ ഗെറ്റിംഗ് പുവറർ, അങ്ങനെ പറയാം. ദ റിച്ചിന് ശേഷം പിന്നെ അവിടെ പീപ്പിൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലൂറൽ വെർബാണ്, കാരണം ഈ എക്സ്പ്രഷൻ പ്ലൂറൽ ആണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ ശുഭാപ്തി വിശ്വാസിയാവുന്നു. ഒരേ സമയം സംഭവിക്കുന്ന 2 ചേഞ്ചസിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. 1, എനിക്ക് പ്രായം കൂടുന്നു. 2, ഞാൻ കൂടുതൽ ശുഭാപ്തി വിശ്വാസിയാവുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2 ക്ലോസിലും പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ടെൻസ്, സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചാലും മതി. ഇങ്ങനെ ഒരേ സമയം നടക്കുന്ന 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ക്ലോസുകളെ കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ആസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? 1, എനിക്ക് പ്രായം കൂടുന്നു. ഐ ഗെറ്റ് ഓൾഡർ, അല്ലെങ്കിൽ ഐ ആം ഗെറ്റിംഗ് ഓൾഡർ. പ്രസന്റ് കണ്ടിന്യൂസ് വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ കൂടുതൽ ശുഭാപ്തി വിശ്വാസിയാവുന്നു. ഐ ഗെറ്റ് മോർ ഒപ്റ്റിമിസ്റ്റിക്, അല്ലെങ്കിൽ ഐ ബിക്കം മോർ ഒപ്റ്റിമിസ്റ്റിക്. ഇവിടെ എല്ലാം ഗെറ്റിന്റെ അർത്ഥം ബിക്കം എന്ന് തന്നെയാണ്. ഇനി നമുക്കിതിനെ ആസ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുന്നത്, ആസ് ഐ ഗെറ്റ് ഓൾഡർ ഐ ബിക്കം മോർ ഒപ്റ്റിമിസ്റ്റിക്, അല്ലെങ്കിൽ ഐ ഗെറ്റ് മോർ ഒപ്റ്റിമിസ്റ്റിക്. ആസ് ഐ ഗെറ്റ് ഓൾഡർ ഐ ഗെറ്റ് മോർ ഒപ്റ്റിമിസ്റ്റിക്. കണ്ടിന്യൂസ് ടെൻസസും നമുക്കിവിടെ ഉപയോഗിക്കാം. ആസ് ഐ ആം ഗെറ്റിംഗ് ഓൾഡർ ഐ ആം ബിക്കമിങ് മോർ ഒപ്റ്റിമിസ്റ്റിക്, അല്ലെങ്കിൽ ഐ ആം ഗെറ്റിംഗ് മോർ ഒപ്റ്റിമിസ്റ്റിക്, അതും പറയാം. സിമ്പിൾ ടെൻസ് ഉപയോഗിച്ചാലും മതി. നമ്മൾ ഈ 2 ക്ലോസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചത് ആസ് എന്ന കൺജങ്ഷൻ ആണ്. ഒരേ സമയം ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെ കണക്ട് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ആസ്. അവൾക്ക് അസുഖം ഭേദമാവുന്നുണ്ടോ? സുഖമില്ലാത്ത ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ സുഖം അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിനും നമ്മൾ ഗെറ്റ് ഉപയോഗിക്കും. അവൾക്ക് അസുഖം ഭേദമാവുന്നുണ്ടോ? ഈസ് ഷീ ഗെറ്റിംഗ് ബെറ്റർ? ഐ ആം ഗെറ്റിംഗ് ബെറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് ആരോഗ്യസ്ഥിതി ഇംപ്രൂവ് ആയി വരുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അവൾക്ക് ഇംപ്രൂവ് ആവുന്നുണ്ടോ, ഹെൽത്ത് ഇംപ്രൂവ് ആവുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഈസ് ഷീ ഗെറ്റിംഗ് ബെറ്റർ എന്ന് ചോദിച്ചാൽ മതി. എനി ബെറ്റർ എന്നും ചോദിക്കാം. ഈസ് ഷീ ഗെറ്റിംഗ് എനി ബെറ്റർ, അല്ലെങ്കിൽ ഈസ് ഷീ ഗെറ്റിംഗ് ബെറ്റർ. ഐ ആം ഗെറ്റിംഗ് ബെറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് അസുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്, സുഖമാവുകയാണ് എന്നാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതും ഒരു ചേഞ്ചാണ് അല്ലെ. ഞാൻ അത്രയധികം ദേഷ്യത്തിലല്ല ഇപ്പോൾ, പക്ഷെ അത് എൻ്റെ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഐ ആം ഗെറ്റിംഗ് ആംഗ്രി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ നല്ല ദേഷ്യത്തിലാണെങ്കിൽ ഐ ആം ആംഗ്രി എന്നാണ് പറയുക. ഇവിടെ ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഐ ആം ഗെറ്റിംഗ് ആംഗ്രി എന്ന് പറയുന്നത്. ഞാനൊരു വാക്ക് പറയുന്നതിന് മുമ്പ് അവൻ ദേഷ്യപ്പെട്ടു. അവന് ദേഷ്യം വന്നു. അവന് ദേഷ്യം വന്നു എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്?
വന്നു എന്നതിന് കം എന്ന വെർബൊന്നും യൂസ് ചെയ്യരുത്. നമ്മളിത് ഗെറ്റ് ഉപയോഗിച്ചാണ് പറയുന്നത്. ഹി ഗോട്ട് ആംഗ്രി, അവന് ദേഷ്യം വന്നു. ഹി വാസ് ആംഗ്രി എന്ന് പറയുമ്പോൾ അവൻ ദേഷ്യത്തിലായിരുന്നു, അവൻ കുപിതനായിരുന്നു. ദേഷ്യം വന്നു അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു എന്നെല്ലാം പറയുന്നതിന് ഹി ഗോട്ട് ആംഗ്രി എന്നാണ് പറയുന്നത്. ഞാനൊരു വാക്ക് പറയുന്നതിന് മുമ്പ് ഹി ഗോട്ട് ആംഗ്രി ബിഫോർ ഐ സെഡ് എ വേർഡ്. ഞാനൊരു വാക്ക് പറയുന്നതിന് മുമ്പ് അവന് ദേഷ്യം വന്നു അല്ലെങ്കിൽ അവൻ ദേഷ്യപ്പെട്ടു. ഹി ഗോട്ട് ആംഗ്രി ബിഫോർ ഐ സെഡ് എ വേർഡ്. ആ ഓഫർ എന്നെ അത്ര ആവേശഭരിതയാക്കിയില്ല. ആവേശഭരിതയാക്കിയില്ല എന്ന് പറയുമ്പോൾ എക്സൈറ്റ് ചെയ്തില്ല എന്നർത്ഥം. ആ ഓഫർ, ദാറ്റ് ഓഫർ എന്നെ അത്ര എക്സൈറ്റ് ചെയ്തില്ല. ദാറ്റ് ഓഫർ ഡിഡിന്റ് റിയലി ഗെറ്റ് മീ എക്സൈറ്റഡ്. ഐ ഗോട്ട് എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ആവേശഭരിതയായി എന്നാണ് അർത്ഥം. ഐ ആം എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ ആവേശഭരിതയാണ്. ആയി എന്ന് പറയാൻ, പെട്ടെന്ന് എക്സൈറ്റഡ് ആയി എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഐ ഗോട്ട് എക്സൈറ്റഡ് എന്ന് പറയുന്നത്. ഇവിടെ ആയില്ല എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് വെർബാണ്. ദാറ്റ് ഓഫർ ഡിഡിന്റ് ഗെറ്റ് മീ എക്സൈറ്റഡ്. ദാറ്റ് ഓഫർ ഡിഡിന്റ് റിയലി ഗെറ്റ് മീ എക്സൈറ്റഡ്. അത്ര ആവേശഭരിതയാക്കിയില്ല എന്ന് പറയാനാണ് അവിടെ റിയലി എന്നൊരു അഡ്വർബ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത്. ദാറ്റ് ഓഫർ ഡിഡിന്റ് റിയലി ഗെറ്റ് മീ എക്സൈറ്റഡ്. ആ ഓഫർ എന്നെ ആവേശഭരിതയാക്കി എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ പറയാ ദാറ്റ് ഓഫർ ഗോട്ട് മീ എക്സൈറ്റഡ് എന്നാണ്. ദാറ്റ് ഓഫർ ഗോട്ട് മീ എക്സൈറ്റഡ്. അതെന്നെ എക്സൈറ്റ് ചെയ്യിച്ചു. സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കും. അപ്പോൾ ഗോട്ട് എന്നതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻ ഗെറ്റ്. പിന്നെ ഡിഡിന്റിന് ശേഷം ഗോട്ട് ഉപയോഗിക്കരുത്, ഗെറ്റ് വേണം യൂസ് ചെയ്യാൻ. എപ്പോഴും ഡു, ഡസ്, ഡിഡ് അതിനുശേഷം V1 വേണം ഉപയോഗിക്കാൻ. ദാറ്റ് ഓഫർ ഡിഡിൻ റിയലി ഗെറ്റ് മീ എക്സൈറ്റഡ്. പരീക്ഷയ്ക്ക് മുമ്പ് എനിക്ക് എല്ലായ്പ്പോഴും വേവലാതി അനുഭവപ്പെടാറുണ്ട്. പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. I always get nervous before an exam. I always get nervous before an exam. Get nervous എന്ന് പറയുമ്പോൾ ഞാൻ നെർവസ് ആവാറുണ്ട് എന്നർത്ഥം. I am nervous എന്ന് പറയുമ്പോൾ ഞാൻ നെർവസ് ആണ്. I was nervous എന്ന് പറയുമ്പോൾ ഞാൻ നെർവസ് ആയിരുന്നു. I am getting nervous എന്ന് പറയുമ്പോഴോ ഞാൻ നെർവസ് ആവുന്നു എന്നാണ് അർത്ഥം. ആണ്, ആയിരുന്നു, ആവുന്നു മീനിങ്ങുകളുടെ ഡിഫറൻസ് ശ്രദ്ധിക്കണം. ആവുന്നു എന്ന് പറയാൻ, അതായത് ഒരു ചേഞ്ചിനെ കുറിച്ച് പറയാനാണ് ഗെറ്റ് ഉപയോഗിക്കുന്നത്. ഐ ഓൾവേസ് ഗെറ്റ് നെർവസ്. എനിക്ക് എപ്പോഴും വേവലാതി വരാറുണ്ട്. ബിഫോർ എൻ എക്സാം, ഒരു എക്സാമിന് മുമ്പ്. നിനക്ക് തയ്യാറാവാൻ അല്ലെങ്കിൽ ഒരുങ്ങാൻ 5 മിനിറ്റ് ഉണ്ട്. യു ഹാവ് 5 minutes ടു ഗെറ്റ് ഡ്രസ്ഡ്. ഗെറ്റ് ഡ്രസ്ഡ് എന്ന് പറയുമ്പോൾ റെഡി ആവുക. ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് ഒരുങ്ങുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആണ് ഗെറ്റ് ഡ്രസ്ഡ്. യു ഹാവ് 5 minutes ടു ഗെറ്റ് ഡ്രസ്ഡ്. നമുക്ക് യു ഹാവ് ഗോട്ട് എന്നും പറയാം. യു ഹാവ് ഗോട്ട് 5 minutes ടു ഗെറ്റ് ഡ്രസ്ഡ്. നിനക്ക് റെഡി ആവാൻ 5 മിനിറ്റ് ഉണ്ട്. ടു ഗെറ്റ് ഡ്രസ്ഡ് എന്ന് പറയുമ്പോൾ റെഡി ആവാൻ, തയ്യാറാവാൻ അതെല്ലാമാണ് അതിനർത്ഥം. കുട്ടി സ്കൂളിൽ നിന്നും വന്നിട്ടില്ലാത്തതിനാൽ അമ്മയ്ക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. ദ മദർ വാസ് ഗെറ്റിംഗ് ആങ്ഷ്യസ്. അമ്മയ്ക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. ദ മദർ വാസ് ഗെറ്റിംഗ് ആങ്ഷ്യസ്. ദ മദർ വാസ് ആങ്ഷ്യസ് എന്ന് പറയുമ്പോൾ അമ്മ വേവലാതിയിലായിരുന്നു, ഉത്കണ്ഠയിലായിരുന്നു എന്നർത്ഥം. ദ മദർ വാസ് ഗെറ്റിംഗ് ആങ്ഷ്യസ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. കാരണം ബിക്കോസ് കുട്ടി, ദ ചൈൽഡ് ഹാഡ് ഇൻ റിട്ടേൺ ഫ്രം സ്കൂൾ. കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു. The mother was getting anxious because the child hadn't returned from school. സ്കൂളിൽ നിന്ന് കുട്ടി വന്നിട്ടില്ലാത്തതിനാൽ അമ്മയ്ക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. എനിക്ക് ബോറടിക്കുന്നു. I am getting bored. എനിക്ക് ഒന്നും ചെയ്യാനില്ല. I have nothing to do. I am getting bored. I have nothing to do. എനിക്ക് ഒന്നും ചെയ്യാനില്ല. എൻ്റെ കൈകൾ തണുക്കാൻ തുടങ്ങുന്നു. ഇവിടെയും നമ്മൾ പറയുന്ന ഒരു ചേഞ്ചിനെ കുറിച്ചാണ്. My hands are getting colder. മൈ ഹാൻഡ്സ് ആർ ഗെറ്റിംഗ് കോൾഡ് അല്ലെങ്കിൽ കോൾഡർ. മൈ ഹാൻഡ്സ് ആർ ഗെറ്റിംഗ് കോൾഡർ. നമുക്ക് ഗെറ്റിന് ശേഷം ഇങ്ങനെ ഈ ചേഞ്ചിനെ കുറിച്ച് പറയാൻ പോസിറ്റീവ് അഡ്ജക്റ്റീവും ഉപയോഗിക്കാം, കമ്പാരറ്റീവ് അഡ്ജക്റ്റീവും ഉപയോഗിക്കാം. കൂടുതൽ ഉപയോഗിക്കുന്നത് കമ്പാരറ്റീവ് ഫോംസ് ആണ്. കുട്ടികൾക്ക് വിശക്കാൻ തുടങ്ങിയിരുന്നു. ദ ചിൽഡ്രൻ വേർ ഹംഗ്രി എന്ന് പറയുമ്പോൾ കുട്ടികൾ നല്ല വിശന്ന് വലഞ്ഞാണിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് വിശക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ്. അതായത് അവർക്ക് ഒരുപാട് വിശപ്പ് വന്നിട്ടില്ല, എന്നാൽ അവർക്ക് വിശപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗെറ്റ് ആണ്. ദ ചിൽഡ്രൻ വേർ ഗെറ്റിംഗ് ഹംഗ്രി. കുട്ടികൾക്ക് വിശക്കാൻ തുടങ്ങിയിരുന്നു. ദ ചിൽഡ്രൻ വേർ ഗെറ്റിംഗ് ഹംഗ്രി.
അവർ മണിക്കൂറുകളായി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. They hadn't eaten anything for hours. They hadn't eaten anything for hours. അവർ മണിക്കൂറുകളായി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ നമ്മൾ രണ്ടാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ച സിമ്പിൾ പാസ്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യത്തതിനെ കുറിച്ച് പറയാൻ നമ്മൾ പൊതുവെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. രണ്ടാമത്തതിനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റോ പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസോ അങ്ങനെ ഏതെങ്കിലും ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അവർ മണിക്കൂറുകളായി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചു. They hadn't eaten anything for hours. പിന്നെ അതിന്റെ റിസൾട്ടാണ് വിശപ്പുണ്ടായിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിച്ചത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. They were getting hungry. They hadn't eaten anything for hours. നീ നിന്റെ മുടി നല്ലതുപോലെ ചെറുതായി വെട്ടിക്കണം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസിലെല്ലാം ഗെറ്റ് ബിക്കം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ഗെറ്റിന് മറ്റു യൂസസും ഉണ്ട്. ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ചു അല്ലെങ്കിൽ ചെയ്യിക്കണം എന്നെല്ലാം പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഗെറ്റ് ഉപയോഗിക്കും. ഇത് ഗെറ്റിന്റെ കോസേറ്റീവ് യൂസ് ആണ്. ഗെറ്റ് പോലെ തന്നെ നമുക്ക് ഈ അർത്ഥത്തിൽ ഹാവും ഉപയോഗിക്കാം. നീ നിന്റെ മുടി നല്ലതുപോലെ ചെറുതായി വെട്ടിക്കണം. വെട്ടണം എന്നല്ല പറയുന്നത്, വെട്ടിക്കണം എന്നാണ്. നമ്മൾ ആരും പൊതുവെ നമ്മുടെ മുടി വെട്ടാറില്ല, മറ്റൊരാളെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ് പതിവ്. അപ്പൊ ഇതും നമുക്ക് ഗെറ്റ് ഉപയോഗിച്ച് പറയാം. ഇങ്ങനെ വരുമ്പോൾ ഗെറ്റിന് ശേഷം ഒബ്ജക്റ്റ് വരും. പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് V3 ആണ്. സ്ട്രക്ചർ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ഗെറ്റിന് ശേഷം അജക്റ്റീവ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഗെറ്റിന് ശേഷം അജക്റ്റീവ് വരുമ്പോഴാണ് ബിക്കം എന്ന അർത്ഥം ഗെറ്റിന് വരുന്നത്. ഗെറ്റിന് ശേഷം ഒരു ഒബ്ജക്റ്റ് പ്ലസ് V3 വരുമ്പോൾ ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കണം എന്ന അർത്ഥമാണ് വരുന്നത്. നീ നിന്റെ മുടി നല്ലതുപോലെ ചെറുതായി വെട്ടിക്കണം. ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഡ് എന്ന ഓക്സിലറി വെർബാണ്. യു ഷുഡ് ഗെറ്റ് എന്ത്? നിന്റെ മുടി. യുവർ ഹെയർ കട്ട് വെട്ടിക്കണം. യു ഷുഡ് ഗെറ്റ് യുവർ ഹെയർ കട്ട് എന്ന് പറയുമ്പോൾ നീ നിന്റെ മുടി വെട്ടിക്കണം. നല്ലതുപോലെ ചെറുതായി വെട്ടിക്കണം എന്ന് പറയുമ്പോൾ റിയലി ഷോർട്ട് എന്നൊരു എക്സ്പ്രഷൻ കൂടി ആഡ് ചെയ്താൽ മതി. യു ഷുഡ് ഗെറ്റ് യുവർ ഹെയർ കട്ട് റിയലി ഷോർട്ട്. നല്ലതുപോലെ ചെറുതായി നീ നിന്റെ മുടി വെട്ടിക്കണം. ഗെറ്റിന് ശേഷം ഇവിടെ ഒബ്ജക്റ്റായി ഹെയർ വന്നു. പിന്നെ അതിനുശേഷം ഉപയോഗിക്കുന്നത് V3 ആണ്. കട്ട്, ആ വെർബിന്റെ 3 ഫോമും കട്ട് തന്നെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് V3 ആണ്. യു ഷുഡ് ഗെറ്റ് യുവർ ഹെയർ കട്ട് റിയലി ഷോർട്ട്. നല്ലതുപോലെ ചെറുതായി നീ നിന്റെ മുടി വെട്ടിക്കണം. ഇവിടെ നമുക്ക് ഗെറ്റിന് പകരം ഹാവും ഉപയോഗിക്കാം. യു ഷുഡ് ഹാവ് യുവർ ഹെയർ കട്ട്, അതും നമുക്ക് പറയാം. യു ഷുഡ് ഹാവ് യുവർ ഹെയർ കട്ട് റിയലി ഷോർട്ട്. യാത്രക്കിടയിൽ എന്റെ ബാഗ് മോഷ്ടിക്കപ്പെട്ടു. നമ്മൾ ആരെയെങ്കിലും കൊണ്ടൊരു കാര്യം ചെയ്യിച്ചു എന്ന് പറയാൻ മാത്രമല്ല, നമുക്ക് സംഭവിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ച് പറയാനും നമുക്ക് ഇതേ സ്ട്രക്ചർ ഉപയോഗിക്കാം. മറ്റുള്ളവര് നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. നല്ലതല്ലാത്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങളും അതിനെക്കുറിച്ച് പറയാനും ഇതേ സ്ട്രക്ചർ തന്നെ ഉപയോഗിക്കാം. അതായത് ഗെറ്റിന് ശേഷം ഒബ്ജക്റ്റ് പ്ലസ് V3. യാത്രക്കിടയിൽ എന്റെ ബാഗ് മോഷ്ടിക്കപ്പെട്ടു. ഐ ഗോട്ട് മൈ ബാഗ് സ്റ്റോളൻ. ഐ ഗോട്ട് മൈ ബാഗ് സ്റ്റോളൻ while I was traveling. I got my bag stolen while I was traveling. ഗെറ്റിന് ശേഷം നമ്മളിവിടെ ഒബ്ജക്റ്റായ ബാഗ് ഉപയോഗിച്ചു. പിന്നെ സ്റ്റോളൻ എന്ന V3 ഉപയോഗിച്ചു. ഇതിനർത്ഥം ഞാൻ ആരെ കൊണ്ടെങ്കിലും എൻ്റെ ബാഗ് മോഷ്ടിപ്പിച്ചു എന്നല്ല, മറിച്ച് ആരോ എൻ്റെ ബാഗ് മോഷ്ടിച്ചു. നമുക്ക് സംഭവിച്ചു പോയ നെഗറ്റീവായ ഒരു കാര്യമാണിത്. ഐ ഗോട്ട് മൈ ബാഗ് സ്റ്റോളൻ വൈൽ ഐ വാസ് ട്രാവലിംഗ്. ഇവിടെയും ഗോട്ടിന് പകരം നമുക്ക് ഹാഡ് ഉപയോഗിക്കാം. ഐ ഹാഡ് മൈ ബാഗ് സ്റ്റോളൻ വൈൽ ഐ വാസ് ട്രാവലിംഗ്. ഹാഡ് ഉപയോഗിക്കാൻ കാരണം ഗോട്ട് V2 ആണ്, ഹാവിന്റെ V2 ആണ് ഹാഡ്. ഐ ഗോട്ട് മൈ ബാഗ് സ്റ്റോളൻ വൈൽ ഐ വാസ് ട്രാവലിംഗ് അല്ലെങ്കിൽ ഐ ഹാഡ് മൈ ബാഗ് സ്റ്റോളൻ വൈൽ ഐ വാസ് ട്രാവലിംഗ്. അവർ അവനെ അറസ്റ്റ് ചെയ്യിച്ചു. അവർ ചെയ്തില്ല, അവർ പോലീസിനെ വിളിച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇത് നമ്മൾ എങ്ങനെ പറയും? അവർ അവനെ അറസ്റ്റ് ചെയ്യിച്ചു. അവരാണ് സബ്ജക്റ്റ്. ദേ ഗോട്ട് ഹിം അറസ്റ്റഡ്. അവർ അവനെ അറസ്റ്റ് ചെയ്യിച്ചു. ദേ ഗോട്ട് ഹിം അറസ്റ്റഡ്. ദേ ഗോട്ട് ഹിം അറസ്റ്റഡ് അല്ലെങ്കിൽ ദേ ഹാഡ് ഹിം അറസ്റ്റഡ്. ഇത് ലാസ്റ്റിലെ ഈ 3-4 എക്സാമ്പിൾസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഗെറ്റിന്റെയും ഹാവിന്റെയും കോസേറ്റീവ് യൂസ് ആണ്. അതായത് മറ്റൊരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിച്ചു എന്ന് പറയാനാണ് അല്ലെങ്കിൽ ചെയ്യിക്കണം എന്ന് പറയാനാണ് ഈ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ എക്സാമ്പിൾസിലെല്ലാം ഗെറ്റിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് അജക്റ്റീവ്സ് ആയിരുന്നു. ആ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത് മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോൾ ഗെറ്റിന് ശേഷം ഒരു അജക്റ്റീവ് വരുമ്പോൾ ഗെറ്റിനർത്ഥം ബിക്കം എന്നാണ്, ആയിത്തീരുക എന്നാണ്. ഗെറ്റിന് ശേഷം ഒരു ഒബ്ജക്ട് പ്ലസ് V3 വരുമ്പോൾ അത് മറ്റൊരാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ യൂട്യൂബിൽ ഇപ്പോൾ ഒരു പുതിയ ഫീച്ചർ ഉണ്ട്, ഹൈപ്പ്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു
ഫീച്ചർ കൂടി കാണുകയാണെങ്കിൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.